നമസ്കാരം. ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ ഒരു വേറിട്ട വ്യക്തിത്വത്തെപ്പറ്റി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാവ സുരേഷ് ആയിരിക്കും. പേര് തന്നെ വളരെ ഫെമിലിയർ ആണ് എല്ലാവർക്കും, വാവ സുരേഷ്. എന്നോടൊപ്പം വാവ സുരേഷ് ഇപ്പം ഉണ്ട്. ഒപ്പം തന്നെ വിഷം ചീറ്റുന്ന 3 മൂർഖൻ പാമ്പുകളും ഉണ്ട്. വാവ സുരേഷിനെയും പാമ്പുകളെയും ഈ എപ്പിസോഡിലേക്കും ഈ സെഗ്മെന്റിലേക്കും നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. വാവ സുരേഷ്, ഇന്ന് ഏത് കൊച്ചു കുട്ടികൾക്ക് ചോദിച്ചാലും അറിയാം, ഒരു ഹീറോ പരിവേഷമാണ് താങ്കൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ശരിക്കും വാവ സുരേഷ് ഒരു വേറിട്ടൊരു മനുഷ്യനാണെന്ന് താങ്കൾ സ്വയം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്നിൽ ഒരു കർത്തവ്യം ആരോ ഒരാൾ ഏൽപ്പിച്ചു, എന്നെ ഭൂമിയിലേക്ക് അയച്ചു. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വേറിട്ട മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരെയും പോലെ സാധാരണ ഒരാൾ. എങ്കിലും അങ്ങനെ താങ്കൾ പറഞ്ഞാലും അത് താങ്കളുടെ ഒരു വിനയം എന്നോ എന്ത് രീതിയിൽ വേണമെങ്കിലും കണക്കാക്കാം. പക്ഷേ ഞാനടക്കമുള്ളവർ ഇപ്പം ഈ തൊട്ട് മുൻപിൽ ഈ പാമ്പുകളോടൊപ്പം ഇരിക്കുമ്പോൾ തീർച്ചയായും ഒരു ഉള്ളിലൊരു ഭയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും താങ്കൾ വളരെ അനായാസമായി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഈ പാമ്പുകളെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് കയറി വന്നതും ഒപ്പം താങ്കളുടെ സഹവാസം തന്നെയും. അപ്പം തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് അത് സ്വയം തിരിച്ചറിയപ്പെട്ടത്? ഞാൻ ഒത്തിരി ഫീൽഡുകളിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനൊരു 12 വയസ്സ് മുതൽ ഇപ്പോൾ 39 വയസ്സാവുന്നു. 12 വയസ്സ് മുതൽ ആദ്യം സ്കൂളിൽ പോകുന്ന കാലഘട്ടങ്ങളിൽ ധാരാളം പാമ്പുകളെ കണ്ട്, പിന്നെ ഒരു കൗതുകത്തിനൊരു ദിവസം ഇവരെ ഒന്ന് കളിപ്പിക്കാമെന്ന് തോന്നിയൊരു ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിയിലൊരു മൂർഖൻ പാമ്പിൻ്റെ പൊടിക്കുഞ്ഞിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ എറുക്കിലെടുത്ത് ഇങ്ങനെ തട്ടി. അപ്പോൾ അദ്ദേഹം പത്തി എടുത്തു തന്നു. അപ്പോൾ അദ്ദേഹം ഉപദ്രവിക്കാനുള്ള സ്വഭാവം അവർക്കില്ല. പിന്നെ എനിക്ക് തോന്നി, ഞാൻ അടുത്തോട്ട് ചെല്ലുന്നവരെ ഇങ്ങനെ ചീറ്റി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പേടിച്ചിട്ട് മരണഭയമാണ് ഭൂമിയിലെ എല്ലാ ജീവികൾക്കും വരുന്നത്, മരണം. അപ്പോൾ അത് അവനെ കൊല്ലും എന്ന് അദ്ദേഹത്തിനെ കൊല്ലുമെന്നുള്ളൊരു ഇത് മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി, ഇവരൊരിക്കലും ഒരു ജീവികളെയും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉപദ്രവിക്കില്ല. ഉപദ്രവ ചിന്ത ഉണ്ടായി അവനെ കൊല്ലണമെന്ന് ചിന്തിച്ച് അടുത്തോട്ട് പോയാൽ മാത്രമേ അവർ നമ്മെ തിരിച്ചാക്രമിക്കാൻ തോന്നും. അല്ലാത്ത ജീവികളൊന്നും ഒരിക്കലും നമ്മെ ഉപദ്രവിക്കാറ്. ഇപ്പോൾ ഞാൻ കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടിലൊക്കെ പാമ്പിനെ കിങ്കോബ്രയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വനത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അടുത്തടുത്ത ആനകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും നമ്മളെ കണ്ടിട്ട്, നമ്മളാരെയും കണ്ടിട്ട് അവരാരും നമ്മളെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ചിന്തയും അവർക്കില്ല. അവർ തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്, തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളാണ് മനുഷ്യരാണ് എല്ലാ ജീവിയും ഉപദ്രവിക്കുന്നത്. ബാക്കി ഒരു ജീവികൾക്ക് നമ്മളെ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ചിന്ത. ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ അവർ ആക്രമിക്കുന്നു. ഭക്ഷണത്തെ മാത്രം, എലിയോ തവളയോ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഭക്ഷണത്തിന് വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ഉപദ്രവിക്കുന്ന സ്വഭാവം മാത്രമേ പാമ്പുകൾക്കുള്ളൂ. മനുഷ്യർക്ക് ആർക്കും പാമ്പിനെ പേടിക്കേണ്ട കാര്യമില്ല. പാമ്പ് ഒരിക്കലും ചവിട്ടാതെ കടിക്കത്തില്ല. നമ്മൾ ചവിട്ടാതെ കടിക്കുന്ന പാമ്പുകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യപ്പാമ്പുകൾ മാത്രമേ ചവിട്ടാതെ കടിക്കൂ. ഇപ്പം സുരേഷ് എന്തായാലും ഇപ്പം സംസാരിച്ച ഒരു അനിമൽ സൈക്കോളജിയുടെ ഒരു സാധനമാണ്. കാരണം ശരിക്കും ഇപ്പം അത് അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതെ. പക്ഷേ എങ്കിൽ പോലും സുരേഷിന് തന്നെ ഒട്ടേറെ തവണ വിഷം ഏറ്റിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും? എനിക്കിപ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷക്കടി വാങ്ങിച്ചിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. 255 പ്രാവശ്യം പാമ്പ് കടിയേറ്റു. അതിൽ വെറും 6 പ്രാവശ്യം മാത്രമേ എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഈ 6 പ്രാവശ്യം ബൈറ്റ് ഏറ്റതിൽ 2 പ്രാവശ്യം വെന്റിലേറ്ററിൽ, 4 പ്രാവശ്യം ICU വരുന്നു. പക്ഷേ ഈ കടിക്കുന്നത് ചുമ്മാ വന്ന് കടിക്കുകയല്ലോ, ഞാൻ പിടിച്ചിട്ടില്ലേ കടിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ചുമ്മാ ഒരു പാമ്പ് എഴിഞ്ഞ് വന്ന് കടിക്കുന്നതല്ല. നമ്മളവനെ പിടിക്കുന്നത് കൊണ്ടാണ് അവർ കടിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും അത് സാധാരണ പിടിച്ച് കുപ്പിയിലാക്കിയാൽ കടിക്കത്തില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ആൾക്കാരുടെ പേടി മാറ്റുക, എൻ്റെ ഒരു ജീവിത ലക്ഷ്യമാണ്. പേടി മാറ്റിക്കഴിഞ്ഞാൽ ഇവനെ ആരും ഉപദ്രവിക്കത്തില്ല. എന്നെപ്പോലുള്ള ആളുടെ ഒരു സഹായം ആൾക്കാർക്ക് പാമ്പിനെ പിടിക്കാൻ വേണ്ടി വരില്ല. ക്രമേണ പേടിമാറിൽ പാമ്പ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാമ്പ് വീട്ടിൽ വന്നാൽ അവർ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഷമുള്ള പാമ്പ് ഏതാണ് വിഷമില്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പാമ്പിനെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകും. പോട്ടെ എന്ന് വരും. അപ്പോൾ ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്കാർക്കും പാമ്പിനെ പിടിക്കാണ്ട് എൻ്റെ സേവനം വേണ്ടി വരും. അവരിപ്പോൾ ഒത്തിരി കേസുകളുണ്ട്. ഇപ്പോൾ ആ മരത്തിൻ്റെ മണ്ടയിൽ ഇരുന്നാൽ അപ്പോൾ എൻ്റെ വിളിച്ചിട്ട് ഇന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ചേരയാണ്, പ്രശ്നമില്ല എന്നുള്ള പോട്ടെ, അപ്പോൾ പിന്നെ ഉപദ്രവിക്കേണ്ട പോട്ടെ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് തളിയിലിരുന്ന ഒരു കോൾ വന്നു. അപ്പോൾ മൂർഖൻ പാമ്പ് തന്നെയാണ്, എഴിഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷേ അപ്പുറത്തെ പറമ്പിലായതുകൊണ്ട് നമ്മൾ ശല്യം ഉണ്ട്, അതിൽ വീട്ടിൽ കയറി വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പോട്ടെ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നു. സുരേഷ്, ഇതുവരെ കണക്കുകൾ കൃത്യമായി ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, എത്ര പാമ്പുകളെ, മൂർഖൻ പാമ്പുകളെ? ഇപ്പോൾ എല്ലാം കൂടെ 28,883 പാമ്പുകൾ കഴിഞ്ഞു. ഇന്ന് രാവിലെ എടുത്ത ഈ കുഞ്ഞുൾപ്പെടെ. അതിൽ നമുക്ക് 15 കിങ്കോബ്ര, രാജവൻപാല എന്ന, അതായത് മെഡിസിൻ ഇല്ല, നമുക്കിവിടെ കടിച്ചു കഴിഞ്ഞാൽ മെഡിസിനിൽ മരണം സംഭവിക്കുന്ന പാമ്പ്. ഇപ്പോൾ ആനയ്ക്ക് തന്നെ അരമണിക്കൂർ, ആനയ്ക്ക് ഒരു കിങ്കോബ്ര ബൈറ്റ് ഏറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് മരണം സംഭവിക്കും. ഇപ്പോൾ മനുഷ്യനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4-5 മിനിറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് ഒരു 15 പിടിച്ചു കഴിഞ്ഞു. 14,000 ചില്ലുവനം മൂർഖൻ പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞു. 5,500 ചില്ലുവനം അണലിയെ പിടിച്ചു കഴിഞ്ഞു.
പിന്നെ അത് കഴിഞ്ഞ് 162ഓളം ശംഖുവരയൻ പാമ്പുകളെ പിടിച്ചു. ബാക്കി എല്ലാ പാമ്പുകളും പെടും. നമ്മുടെ നാട്ടിലുള്ള പെരുമ്പാമ്പ്, എല്ലാ ചുരുട്ടാൻ നീർക്കോലി എന്നറിയപ്പെടുന്ന ഒത്തിരി, അതായത് സാധാരണ യഥാർത്ഥ എല്ലാ പാമ്പുകൾക്കും ഒത്തിരി പേരുകളുണ്ടെങ്കിലും ശാസ്ത്രീയമായ പേരും നമ്മൾ അറിയപ്പെടുന്ന പേരുകളും 2-3 പേരുകളും, ബാക്കി അത്രയും നമ്മൾ നാട്ടുകാർ ഓമനപ്പെട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. ഒത്തിരി പാമ്പുകൾ. വീടിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇതിനെയൊക്കെ വീട്ടിൽ സൂക്ഷിക്കാൻ എത്രമാത്രം? വീട്ടിൽ സൂക്ഷിക്കുന്ന വീട് കൊച്ചു വീട് തന്നെയാണ്, 4.5 സെൻറ്റ് സ്ഥലത്തിനകത്തുള്ള വീടാണ്. പക്ഷേ ഞങ്ങൾ എല്ലാവരും അതിൽ തെങ്ങി ജീവിക്കുന്നുള്ളത്. ഞങ്ങൾ വീട്ടിൽ പശു വളർത്തുന്നുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാവരും ഉണ്ട്. പാമ്പിനെ പക്ഷേ അടുത്ത് എൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ ഒരു ചെറിയ പറമ്പ് കിടപ്പുണ്ട്. അതിനകത്താണ് റോഡിൻ്റെ സൈഡിൽ തന്നെ, റോഡിൽ കൂടെ പോകുന്നവർക്ക് അത് കൗതുകമായിട്ട് കാണാൻ കഴിയും. ആ രീതിയിൽ തന്നെയാണ്. പുറത്ത് നിന്നാൽ കാണാൻ കഴിയില്ല. സിൻറ്റെക്സിൻ്റെ കൂടുകളൊക്കെ ചെയ്തിട്ട് അതിനകത്ത് പൂട്ടൊക്കെ ഇട്ട് സേഫ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്നു. പൊതുവെ മറ്റുള്ളവർ, സുരേഷിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അവരൊക്കെ ഉപദേശിക്കാറില്ലേ? അല്ല, ആദ്യം കാലഘട്ടങ്ങളിൽ എല്ലാവരും ഉപദേശിച്ചിരുന്നു. പിന്നെ ആയപ്പോൾ ഇതൊരു നല്ല സംരംഭമാണെന്ന്, അതായത് ഇത്രയും ജനോപകാരപ്രദമായ ഒരു കാര്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആരും ഉപദേശിക്കാറില്ല. നല്ലതായിട്ട് തന്നെയാണ്, അപ്പോൾ നല്ലതായിട്ട് കാണുന്നുണ്ട് എല്ലാവരും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഒന്ന് പുറത്തെടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്ക് അല്പം ഭയം ഉണ്ടെങ്കിൽ പോലും. ഇതിപ്പോൾ എന്തൊക്കെ, ഇത് 3 മൂർഖനാണല്ലേ? അല്ല, ഇത് 2 മൂർഖൻ പാമ്പും ഒരു ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പെന്ന് മലയാളത്തിൽ പേരുള്ള, ഇംഗ്ലീഷ് ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പേരുള്ള ഒരു വിഷമുള്ളതല്ല. കണ്ടാൽ വിഷമുണ്ടെന്നുള്ള ഒരു കളർ കണ്ടാൽ പെട്ടെന്ന് വിഷമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വിഷമുള്ളതല്ല, ഉപദ്രവകരെ, കടിച്ചാൽ ഹോസ്പിറ്റലിൽ പോലും പോകേണ്ട, ഒരു TT പോലും എടുക്കേണ്ടാത്ത പാമ്പാണ് ഈ ആദ്യം കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആദ്യം കാണാൻ പോകുന്നത് ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, അതായത് ബ്രൗൺ കളറിൽ കഴുത്ത് മുതൽ, ഒരിക്കലും ഒരു ലെതറോ ഒന്നുമല്ല, പാമ്പാണ്. വിഷമില്ലാത്ത പല്ലുള്ള, കടിക്കാനായിട്ട് എപ്പോഴും പേടിച്ചാൽ കടിക്കാവുന്ന ഒരു പാമ്പ്. ഇത് പോയിസണസ് അല്ല? ഇല്ല, നോൺ പോയിസൺസ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കിവനെ പോയിസൺ ഉണ്ടെന്ന് തോന്നി. കഴുത്തിലെ ഈ മാർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ പോയിസണുള്ളതായിട്ട് തോന്നുന്നു. പക്ഷേ ഇത് ചേരയുടെ ഗണത്തിൽ പെടുന്നൊരു പാമ്പാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം സ്കിൻ ഷെഡ്, പടം പൊഴിക്കാറായിരിക്കും. അപ്പോൾ കണ്ണിനൊരു, അല്ലെങ്കിൽ പാമ്പുകൾക്ക് പൊതുവേ കാഴ്ചയില്ല, ഷാഡോ മാത്രമേ പാമ്പുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ കണ്ണിന് ഒട്ടും തന്നെ ഇത് കിട്ടത്തില്ല, ഷാഡോ കിട്ടത്തില്ല. കാരണം ഈ കണ്ണ് സ്കിൻ ചട്ട പൊഴിക്കാറായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെള്ളപ്പാട വരുന്നു. അത് മാറി ഇനി അതൊരു 10 ദിവസത്തോളം എടുക്കുന്നു അത് മാറാനായിട്ട്. ഇതിനിപ്പോൾ എത്ര പ്രായം ഉണ്ടാവും? ഇതിനിപ്പോൾ ഒരു 8-9 വയസ്സിന് മേളിൽ പ്രായം വരും. പാമ്പിൻ്റെ ആയുസ് എങ്ങനെയാണ് ശരിക്കും? ഇപ്പോൾ പാമ്പിൻ്റെ ആയുസ് സാധാരണ കൂടുകളിൽ പറയുന്നത് 20 വയസ്സാണ്. പക്ഷേ പുറത്ത് എത്ര നാൾ ജീവിക്കുന്നു എന്ന് ആരും പഠിക്കുന്നില്ല. കൂട്ടിലിട്ടില്ല. പക്ഷേ പുറത്ത് ഇപ്പോൾ പാമ്പ് പുറത്ത് പ്രകൃതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒത്തിരി കാലം ജീവിക്കുന്നു. പക്ഷേ ഒരു കൂട്ടിലൊരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഇൻഫെക്ഷൻ ഉണ്ടായി മരിക്കാം. അത് അങ്ങനെയാണ്. ഇതിൻ്റെ ഈ പോയിസൺ എലമെൻ്റ് പ്രായം കൂടുന്തോറും കുറയാൻ സാധ്യതയുണ്ടോ? പ്രായം കൂടുന്നവരും ഒരിക്കലും പാമ്പുകളുടെ പോയിസൺ കുറയത്തില്ല, ക്വാണ്ടിറ്റി കൂടത്തേ ഉള്ളൂ. കുഞ്ഞു പാമ്പുകൾക്ക് പോയിസൺ നമുക്ക് ചിലർക്ക് അത് പ്രോട്ടീനായി മാറാം. ഇഞ്ചക്ഷൻ തന്നെ എടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമുക്ക് ആൻറ്റിവെനം തന്നെ എടുക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഒരു പ്രായം കൂടിയ പാമ്പാകുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നത് കൊണ്ട് അപകടം സംഭവിക്കാം. ചെറിയ മുറുക്കനൊന്നും കടിച്ചാൽ ചിലപ്പോൾ ചിലർക്കതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല, ഒരിക്കലും എഫക്റ്റ് ചെയ്യത്തില്ല. ഇത് ഏകദേശം 1 മീറ്ററിലേറെ നീളമുള്ളൊരു പാമ്പാണ്. ഇതാണ് പാമ്പ്. ഇതിനെയാണ് നമ്മൾ സാധുവായ ജീവിയാണ് നമ്മളെല്ലാം തല്ലിക്കൊല്ലുന്നത്. ഇന്ന് രാവിലെ പിടിച്ചതെന്ന് പറഞ്ഞത്? ഇന്ന് രാവിലെ ഒന്ന് പിടിച്ചത് നമ്മുടെ ഞാൻ ഒരു സ്ഥലത്ത് പോയി പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ അഡ്രസ്സ് എല്ലാം എഴുതി വാങ്ങിക്കുന്നു, ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി വാങ്ങി. അപ്പോൾ അറിയാൻ കഴിയുന്നു എവിടെ നിന്നാണ് പിടിച്ചതെന്നുള്ള അറിയാൻ കഴിയുന്നു.